എല്ലാ ഇറക്കുമതികൾക്കും 10% തീരുവ ഏർപ്പെടുത്തിയതിന് തൊട്ടു പിന്നാലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഗോള താരിഫ് 15% ഉയർത്തിയതിനെ തുടർന്ന് ഇടക്കാല വ്യാപാര കരാറിനെക്കുറിച്ചുള്ള ഇന്ത്യയും അമേരിക്കയും മുഖ്യ ചർച്ചക്കാരുടെ യോഗം പുനഃക്രമീകരിക്കുന്നതായി റിപ്പോർട്ടുകൾ. ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ട് പ്രകാരം അടിയന്തര അധികാരങ്ങൾ ഉപയോഗിച്ച് രാജ്യങ്ങൾക്ക് മേൽ തീരുവ ചുമത്താൻ പ്രസിഡന്റിന് അധികാരമില്ലെന്ന് US സുപ്രീം കോടതി വിധിച്ചതിന് തൊട്ടു പിന്നാലെയാണ് താരിഫ് വർധന. അതേസമയം ആഗോളതലത്തിൽ 15% താരിഫ് ഏർപ്പെടുത്താനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തെ ഇന്ത്യൻ അമേരിക്കൻ അഭിഭാഷകൻ നീൽ കത്യാൽ നിശിതമായി വിമർശിച്ചു. അത്തരം നടപടികൾക്ക് പ്രസിഡന്റിന് കോൺഗ്രസിനെ മറികടക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. താരിഫ് ഒരു നല്ല ആശയമാണെന്ന് ട്രംപ് വിശ്വസിക്കുന്നുവെങ്കിൽ അദ്ദേഹം ഭരണഘടന പാലിക്കണമെന്ന് കത്യാൽ വാദിച്ചു. 1977 ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക്സ് പവേഴ്സ് ആക്ട് പ്രകാരമുള്ള അധികാരം ഭരണകൂടം മറികടന്നുവെന്നും നികുതി ചുമത്താനുള്ള അധികാരം പ്രധാനമായും കോൺഗ്രസിനാണെന്ന് ആവർത്തിച്ച് സ്ഥിരീകരിച്ചുകൊണ്ടും സുപ്രീം കോടതി 6-3 വിധിന്യായത്തിൽ ട്രംപിന്റെ മുൻ താരിഫ് നടപടികളിൽ ഭൂരിഭാഗവും റദ്ദാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് കത്യാലിന്റെ പരാമർശങ്ങൾ വന്നത്. ട്രംപിന്റെ മുൻകാല വ്യാപാര നടപടികൾക്കെതിരെ അടുത്തിടെ ഒരു പ്രധാന കേസ് വിജയിച്ച കത്യാൽ 1974 വ്യാപാര നിയമത്തിലെ സെക്ഷൻ 122 പ്രകാരമുള്ള പുതിയ 15% താരിഫുകളുടെ നിയമപരമായ അടിസ്ഥാനത്തെയും ചോദ്യം ചെയ്തു. പേയ്മെന്റ് ബാലൻസ് കമ്മിയിൽ നിന്നും വ്യത്യസ്തമായ വ്യാപാര കമ്മി ഉൾപ്പെടുന്ന സാഹചര്യങ്ങൾക്ക് സെക്ഷൻ 122 അനുയോജ്യമല്ലെന്ന് നീതിന്യായ വകുപ്പ് മുൻപ് കോടതിയെ അറിയിച്ചിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എക്സിലെ ഒരു പോസ്റ്റിൽ അദ്ദേഹം എഴുതി, ഞങ്ങളുടെ കേസിൽ അദ്ദേഹത്തിന്റെ DOJ കോടതിയിൽ നേരെ വിപരീതമായി പറഞ്ഞപ്പോൾ പ്രസിഡന്റിന് 15% ചട്ടത്തെ ആശ്രയിക്കാൻ പ്രയാസമാണെന്ന് തോന്നുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിൽ പ്രസിഡന്റ് തിരിച്ചറിഞ്ഞ ആശങ്കകൾ വ്യാപാര കമ്മിയിൽ നിന്നാണ് ഉയർന്നു വരുന്നത് എന്ന കാര്യത്തിൽ ഇവിടെ വ്യക്തമായ ഒരു പ്രയോഗവുമില്ല. അവ ആശയപരമായി പേയ്മെന്റ് ബാലൻസ് കമ്മിയിൽ നിന്നും വ്യത്യസ്തമാണ്. അദ്ദേഹത്തിന് തീരുവകൾ വർദ്ധിപ്പിക്കണമെങ്കിൽ അദ്ദേഹം അമേരിക്കൻ കാര്യം ചെയ്ത് കോൺഗ്രസിലേക്ക് പോകണം. അദ്ദേഹത്തിന്റെ തീരുവകൾ അത്ര നല്ല ആശയമാണെങ്കിൽ കോൺഗ്രസിനെ ബോധ്യപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. അതാണ് നമ്മുടെ ഭരണഘടന ആവശ്യപ്പെടുന്നതെന്നും കത്യാൽ കൂട്ടിച്ചേർത്തു. കോടതി വിധിക്ക് ശേഷം ട്രംപിന്റെ ദ്രുത താരിഫ് നീക്കങ്ങളെ തുടർന്നാണ് വിമർശനം ഉയർന്നത്. 180 ദിവസം വരെ താൽക്കാലിക സർചാർജായി സെക്ഷൻ 122 പ്രകാരം ട്രംപ് ആദ്യം 10% ആഗോള താരിഫ് പുറപ്പെടുവിച്ചു. തുടർന്ന് അദ്ദേഹം അത് പൂർണ്ണമായും അനുവദനീയവും നിയമപരമായി പരീക്ഷിച്ചതുമായ 15% ലെവിയിലേക്ക് ഉയർത്തി. ട്രൂത്ത് സോഷ്യലിനെതിരായ സുപ്രീം കോടതിയുടെ വിധി അസാധാരണമാവിധം അമേരിക്കൻ വിരുദ്ധമെന്ന് വിളിച്ചു. ട്രംപിന്റെ പ്രഖ്യാപനം ഇന്ത്യയെയും ബാധിക്കുന്നു. വ്യത്യസ്തമായ ഒരു അതോറിറ്റിയുടെ തീരുമാനം വരുന്നതുവരെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ പുതിയ ആഗോള താരിഫിന് കീഴിൽ വരുമെന്ന് ഒരു വൈറ്റ് ഹൗസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. നിരവധി ഉൽപ്പന്നങ്ങളുടെ താരിഫ് ക്രമീകരണങ്ങൾ ഉൾപ്പെടുന്ന ഉഭയകക്ഷി വ്യാപാരം സംബന്ധിച്ച ഒരു ഇടക്കാല കരാറിൽ USഉം ഇന്ത്യയും പ്രവർത്തിക്കുന്നതിനിടെയാണ് ഇത് സംഭവിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.